പാതിവില തട്ടിപ്പ് കേസിൽ പാലക്കാട് നിന്ന് തട്ടിയ ഗിരീഷ് കുമാറും സംഘവും കൊല്ലങ്കോട്ടെ ഒരു വീട്ടമ്മയുടെ വീടും സ്ഥലവും തട്ടിയെടുക്കാൻ ശ്രമിച്ചതായി പരാതി. ഗിരീഷ് കുമാറിനോടൊപ്പം നിന്ന് ഈ വീട്ടമ്മയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്യുന്നത് സ്ഥലം എംഎൽഎയുടെ ബന്ധു എന്നവകാശപ്പെടുന്ന സ്ത്രീയാണെന്നും ആരോപണം. എംഎൽഎയെ നേരിൽ കണ്ടിട്ടും തങ്ങൾക്ക് നീതി കിട്ടിയില്ലെന്ന് രണ്ട് വീട്ടമ്മമാർ പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എം.കെ. ഗിരീഷ് കുമാർ പറഞ്ഞ ആൾക്ക് എൻ്റെ സഹോദരി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇയാളാണ് സഹോദരി. ഇവർ കൊടുത്തിരുന്നു. ഞങ്ങളൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 14 തൊട്ട് 11 മാസത്തെ എഗ്രിമെൻറ്റിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. 17 വരെ എഴുതി. 18 ആയപ്പോൾ ആൾ എഗ്രിമെൻ്റ് എഴുതാതെയായി. പോയി ചോദിക്കുമ്പോഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ടുതരാം. വളരെ വിശ്വസിക്കുന്ന രീതിയിലാണ് ആൾ പറയുക. കേട്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും തോന്നില്ലായിരുന്നു. അങ്ങനെ 18 കുറേ കഴിഞ്ഞപ്പോൾ 20 ആയപ്പോൾ എൻ്റെ ഒരു സഹോദരി അഹമ്മദാബാദിലുണ്ട്. അവർക്ക് താമസിക്കാൻ വീടില്ല. അപ്പോൾ അവർ റിട്ടയർഡായി വരികയാണ്. ഞങ്ങൾക്ക് വീട് ഒഴിഞ്ഞു കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ വന്നാലേ പറ്റുള്ളൂ, സൊസൈറ്റിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പലതും പറഞ്ഞ് മാറ്റി നിർത്തി. അവസാനം 2022 നമ്മൾ 20 തന്നെ രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുത്തു, ഒഴിഞ്ഞു കിട്ടണമെന്ന് പറഞ്ഞിട്ട്. ചിറ്റൂർ രജിസ്ട്രാർ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 22 കൊല്ലങ്കോട് പോലീസിൽ പരാതി കൊടുത്തു. ആ സമയത്ത് അദ്ദേഹം CS ദാസ് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ വിനീത പറയുന്ന അവിടുത്തെ ഒരു സ്റ്റാഫും ഈ ഗിരീഷ് കുമാറും കൂടെ അവിടെ കൊല്ലങ്കോട് സ്റ്റേഷനിൽ ഒരു വ്യാജ എഗ്രിമെൻറ്റ് കൊണ്ടു കൊടുത്തു. അതിൽ 122 മാസത്തെ എഗ്രിമെൻ്റാണ് എഴുതിയിരിക്കുന്നത്. വാടകയ്ക്ക് മാറ്റമില്ല, അഡ്വാൻസും എല്ലാം അതേ തുകയെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. വെറും 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ. കൊല്ലങ്കോട് പടിഞ്ഞാറേത്തറയിൽ ജ്യോതി തന്റെയും സഹോദരങ്ങളുടെയും പേരിലുള്ള വീട് താലൂക്ക് ക്ഷീര കർഷക തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനം നടത്താൻ 2014 ഗിരീഷ് കുമാറിന് വാടകയ്ക്ക് കൊടുത്തതിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. 11 മാസത്തെ കാലാവധിക്ക് എഗ്രിമെന്റ് ചെയ്ത വാടക കരാർ ജ്യോതിയോ അവരുടെ ബന്ധുക്കളോ അറിയാതെ ഗിരീഷ് കുമാർ വ്യാജമായി 122 വർഷത്തേക്ക് നീട്ടിയെന്നാണ് പരാതി. 2019 മറ്റൊരു സഹോദരിക്ക് താമസിക്കാൻ വേണ്ടി വീട് ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് ഇവർ ഗിരീഷിനെ സമീപിച്ചപ്പോഴാണ് വ്യാജ എഗ്രിമെന്റ് ഉണ്ടാക്കിയ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ MLA ഉൾപ്പെടെയുള്ളവരെ കണ്ട് പരാതി നൽകിയെങ്കിലും ആരും വിഷയത്തിലിടപെടാൻ തയ്യാറായില്ല. ഇതിനിടെ ഗിരീഷ് കുമാറിന്റെ പാതിവില തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ് തങ്ങൾ വാടകയ്ക്ക് കൊടുത്ത സ്ഥലമാണ് ഗിരീഷ് കുമാർ പ്രധാന ഓഫീസാക്കി മാറ്റി തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്നതെന്ന് ഇവർക്ക് മനസ്സിലായത്. ഗിരീഷ് കുമാർ ഇതിൻ്റെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഇപ്പോൾ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ വീട്ടിൽ കൂടി കല്ലെടുത്തെറിയെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ UTVക്കാർ വന്നിരുന്നു. UTV എടുക്കാൻ വന്ന സമയത്ത് ഈ വിനിത ഉള്ളൂ. ഗിരീഷ് കുമാർ അപ്പം മുങ്ങിയതാണ്, പിന്നെ ഇവിടെ ഇല്ല. വിനീത പറയുന്നത്, നിങ്ങൾ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഞങ്ങൾ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എല്ലാ കസ്റ്റമേഴ്സ് അവർക്ക് വന്നവരെല്ലാവരും കൂടി UTVക്കാരെ തിരിച്ചയച്ചു, എടുക്കാൻ സമ്മതിച്ചില്ല. അത് അങ്ങനെ ഉണ്ടായി. തട്ടിപ്പ് പുറത്തു വന്നതോടെ ഗിരീഷ് കുമാർ ഒളിവിലായെങ്കിലും ഗിരീഷിനോടൊപ്പം പ്രവർത്തിക്കുന്ന സ്ത്രീ ഇപ്പോഴും ഓഫീസിൽ എത്തുന്നുണ്ടെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. വീട് ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് ഇവരെ സമീപിച്ച ജ്യോതിയുടെ സഹോദരനെതിരെ ഇവർ വ്യാജ പരാതി നൽകിയതായും പറയുന്നു. സ്ഥലം MLAയുടെ ബന്ധുവാണ് താനെന്നും കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്നുമാണ് ഈ സ്ത്രീ പറയുന്നതെന്നും പരാതിക്കാർ പറയുന്നു. അന്നത്തെ CI വിപിൻ ദാസ് സാറായിരുന്നു. സാറ് നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാലക്കാട് SP പരാതി കൊടുത്തു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ SP കൊല്ലങ്കോട് സ്റ്റേഷനിൽ കേസ് എടുക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വ്യാജ എഗ്രിമെൻ്റ് ചമച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ചിറ്റൂർ കോടതിയിൽ കേസുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ട് കേസ് നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ വാടക, അതിനുശേഷം നമ്മൾക്ക് വാടക 2022 ജനുവരിക്ക് ശേഷം 1 രൂപ പോലും വാടക കിട്ടിയിട്ടില്ല. വീടാണെങ്കിൽ പകുതി ബാക്കൊക്കെ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളെ അതിൻ്റെ ഉള്ളിൽ കയറാൻ സമ്മതിക്കുന്നില്ല. ആ സമയത്ത് എഗ്രിമെൻ്റ് അല്ല, ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ആൾ ചിറ്റൂർ കോടതിയിൽ ആ സമയത്ത് കൊടുത്തു. ഈ വീട്ടിൻ്റെ അവകാശികളല്ല ഇവർ അയൽക്കാർ മാത്രമാണ്, അതുകൊണ്ട് ഇവരെ ഇവിടെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി മുതൽ എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾ പരാതി അയച്ചു. എല്ലാം മുകളിൽ നിന്ന് പരാതി അന്വേഷണം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ആളെ ചെയ്തതിൽ കറക്റ്റാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് മറുപടികൾ പോവുകയാണ്. അവർക്കൊന്നും പിടുത്തം കിട്ടിയില്ല, എന്താ സംഭവം എന്നറിയില്ല. താഴെ തട്ടുന്ന റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അനുകൂലമാവണില്ല.
MLAയുടെ ബന്ധുത്വം ഈ സ്ത്രീ ഉപയോഗിക്കുന്നത് MLA അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നത് വ്യക്തമല്ല. ജ്യോതിയുടെ സഹോദരി ശോഭന, ഭർത്താവ് രവീന്ദ്രൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.